വിട്ടു, ഒരു മുസ്ലിം കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്ന് നൃത്തം പഠിപ്പിക്കാൻ വിട്ടു. അവിടെ നീ ഭഗവതിയിലേക്കൊരു ട്വിസ്റ്റ്, അതാണ് മനസ്സിലാവാത്തത്. പെരുമ്പാവൂർ ഗുരുകുലത്തില് ഞാനൊരു ട്രീറ്റ്മെന്റിന് പോയതാണ്. അവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഭയങ്കര കമ്പനിയായി. സാറ സജ്ജാദ് എന്നാണ് അവളുടെ പേര്. അന്ന് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് തോന്നി അവൾക്ക് എന്തൊക്കെയോ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ഗുരുക്കളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവിടെയുള്ള അന്തേവാസികളുടെ, അവരൊക്കെ ഒരുപാട് ഈ കുട്ടിയെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം അവളെ വിളിച്ചൊന്ന് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന്. ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. സാറയുടെ റിപ്ലൈ അനുസരിച്ചിരിക്കും എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. വെൽക്കം സാറ. 10ാം ക്ലാസ് പാസ്സായി. എത്ര മാർക്കൊക്കെ ഉണ്ട്? എനിക്ക് 9 A+ഉം 1 B+ഉം ഉണ്ട്. ഇനി എന്താണ് അപ്പൊ ആഗ്രഹം? ഇനി എനിക്ക് മെഡിക്കൽ ഫീൽഡ് ആണ് കുറച്ചും കൂടി ആഗ്രഹം. ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കണ്ടോ ഇതാണോ അത്ര വലിയ കാര്യം? ഞാൻ ബേസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ പാട്ട് പാടും, വീണ വായിക്കും, പാട്ട് പഠിപ്പിക്കും, ഡാൻസ് പഠിച്ചിരുന്നു. ബേസിക്കലി ഇതൊക്കെ ആണെങ്കിലും ഗുരുക്കൾ എന്നോട് പറഞ്ഞത് ഈ കർണാടക് മ്യൂസിക് എന്ന് പറയുമ്പോൾ കർണാട്ടിക് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനൊക്കെ കുറച്ച് പാടുള്ള സംഭവമാണ്. പക്ഷെ ഈ കുട്ടി ആ ഒരു കർണാട്ടിക് മ്യൂസിക്കിൽ അല്ലേ കീർത്തനങ്ങൾ കമ്പോസ് ചെയ്യുക, ഇതൊക്കെയാണ് വിനോദങ്ങൾ. എന്തൊക്കെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? അത് പല രീതിയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഭഗവതിമാരായതുകൊണ്ടും ഭഗവതിമാരെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഭഗവതിമാരിലെ ബേസ് ചെയ്തിട്ടുള്ള കീർത്തനങ്ങളാണ്. ഭഗവതി എന്നൊക്കെ ഒരു 10ാം ക്ലാസ്സുകാരി കുട്ടി, അതും ഇന്നത്തെ ഒരു ആൽഫ ജനറേഷനിൽ കേൾക്കുമ്പോഴേ അത്ഭുതം തോന്നുന്നു. ഓക്കെ, ഏത് ഭഗവതിയാണ് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവതി മാതങ്കിയാണ്. എന്താണ് മാതങ്കിയുടെ പ്രത്യേകതകൾ? മാതങ്കി ഈ ബേസിക്കലി എല്ലാവർക്കും ഇഷ്ടം, കലയുടെ ദേവത എന്ന് പറയുന്നത് സരസ്വതിയാണെന്നാണ് ഞാൻ പഠിച്ചു വരുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കണക്ഷൻ തോന്നുന്നത് മാതങ്കിയായിട്ടാണ്. മാതങ്കിയുടെ എല്ലാം എനിക്കിഷ്ടമാണ്. ആരാണ് ഈ മാതങ്കി? മാതങ്കി എന്ന് പറയുന്നത് ദശമഹാവിദ്യയിലെ ഒരു ഭഗവതിയാണ് മാതങ്കി. അതായത് ദശമഹാവിദ്യകളുണ്ട്. ഓരോ ഭഗവതിമാരും ഓരോ കാര്യത്തില് എന്താണ് കഴിവുള്ളവരാണ്. ഓരോ കാര്യങ്ങളിലും കഴിവുള്ളവരാണ്. ഇപ്പൊ ഓരോ മനുഷ്യര് ഓരോ കാര്യങ്ങളില് അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റും കഴിവും ഉള്ളത് ചില കാര്യങ്ങളിലായിരിക്കും. അതേപോലെ തന്നെ മാതങ്കിയാണ് സർവ്വ കലകളുടെയും, ദശമഹാവിദ്യകളിൽ മാതങ്കിയാണ് എല്ലാ കലകളുടെയും അധിപതിയായിട്ട് ഇരിക്കുന്നത്. ദശമഹാവിദ്യ ഏതൊക്കെയാണ്? ദശമഹാവിദ്യകള് കാളി, താര, കമല, ത്രിപുര, ഭൈരവി, മാതങ്കി, ധൂമാവതി അങ്ങനെ തുടങ്ങുന്നതാണ് ദശമഹാവിദ്യകൾ. ഇവരിൽ ഓരോ ഭഗവതികൾക്കും ഓരോ പ്രത്യേകതകളാണ്. അതിൽ മാതങ്കിയെ ഇത്ര ഡിവോട്ട് ചെയ്യാൻ കാരണം ഞാൻ സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് സംഗീതത്തിന് ഇഷ്ടം ആണ്. അതുകൊണ്ട് തന്നെ സംഗീതവും കലയുമായിട്ട് കണക്ഷൻ വരുന്ന ഭഗവതി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് എത്ര വയസ്സ് മുതലാണ് ഇങ്ങനെ തോന്നി തുടങ്ങിയത്? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമല്ലോ നമുക്ക് ഇതിലേക്കൊക്കെ ഒരു ആകൃഷ്ടരാവാനായിട്ട്. സാറയുടെ ലൈഫിൽ എന്തായിരുന്നു ആ ഒരു മൊമെന്റ്? എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ നൃത്തം പഠിക്കുന്നതാണ്, പാട്ട് പഠിക്കുന്നതാണ്. ഞാൻ 3.5 വയസ്സിൽ പാട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പം ഓരോ പാട്ട് പഠിക്കുമ്പോഴും ഓരോ കഥകൾ നമ്മൾ പഠിക്കും. ഓരോ നൃത്തം പഠിക്കുമ്പോഴും ഓരോ കഥകൾ നമ്മൾ പഠിച്ചു വരും. ഇപ്പം നൃത്തത്തിലാണ് ഏറ്റവും കൂടുതൽ കഥകൾ. മറ്റേ മഹാഭാരതം, രാമായണം കഥകൾ ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. ഈ നൃത്തം എന്ന് പറയുന്നത് ഞാനും ചെറുപ്പം മുതലൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു കഥ ആരും പറഞ്ഞു തന്നിട്ടില്ല. അലാരിപ്പ്, ജതിസ്വരം, വർണ്ണം ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലാതെ ഇത് ഏത് നൃത്താധ്യാപികയാണ് ഇത്ര നന്നായിട്ട് പഠിപ്പിച്ചത്? അതല്ല, അതായത് എന്നെ ജിജ എന്ന് പറയുന്ന ടീച്ചറാണ് നൃത്തം പഠിപ്പിക്കുന്നത്. പിന്നെ പാർവതി എന്ന് പറയുന്ന ടീച്ചറും പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ നൃത്തച്ചുവട് പഠിപ്പിക്കുമ്പോൾ ഓരോ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഓരോ നൃത്തച്ചുവട് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ ദേവതയെ, അല്ലെങ്കിൽ ഓരോ ഭഗവതിമാരെ, അല്ലെങ്കിൽ ഓരോ ദേവനെ പ്രശംസിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ നൃത്തം കമ്പോസ് ചെയ്യുന്നത്. അപ്പം ഈ കഥ അറിഞ്ഞാലാണ് ചെയ്യുന്ന നൃത്തത്തിന് നമ്മൾ ഭാവം കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ സാരം അറിഞ്ഞാലാണ് നമുക്ക് അതിന്റെ എന്താണ് ശരിക്കും കാണിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ദേഷ്യം കാണിക്കേണ്ട സ്ഥലത്ത് ദേഷ്യമായിട്ടും ആ ഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കഥ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം പാലാഴി മഥനം നൃത്തമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആ കഥയുടെ അർത്ഥം മനസ്സിലാക്കി, കഥ മനസ്സിലാക്കിയാലാണ് അത് എന്ത് ഭാവത്തിലാണ്, എന്താണ് അവിടുത്തെ പ്ലോട്ട്, ട്വിസ്റ്റ്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ചെറുപ്പം മുതലേ ആ ഒരു ഇതുണ്ട്. കൂടാതെ
അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രീസ്വാമി വേദഗുരുകുലത്തില് വരുന്നത്, കളരിയിൽ ചേരുന്നത്. കളരി വന്നപ്പോൾ എൻ്റെ ആ ഇഷ്ടങ്ങളെ അവരെന്ത് ചെയ്തു, അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു തന്നു. അതായത് എനിക്ക് സംശയം വരുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ആ സംശയം പറഞ്ഞു തരും. പിന്നെ കളരിയിൽ ഓരോ ചർച്ചകളുണ്ട്, ഓരോ വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും, ഓരോ ആൾക്കാരെ പറ്റി ചർച്ച ചെയ്യും. അങ്ങനെ ഓരോ ചർച്ചകളിൽ നിന്നാണ് ഈ ഒരു സ്പാർക്ക് വരുന്നത്. പിന്നെ അപ്പൊ അവിടെ നിന്ന് കിട്ടിയ പ്രോത്സാഹനമായിരുന്നു അല്ലെ? എന്നിട്ട് അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇതിനു വേണ്ടിയിട്ട് നൃത്തമൊക്കെ ഇഷ്ടമായിരുന്നു വീട്ടിലത്തെ വീട്ടില് എനിക്ക് കലയുമായിട്ട് ഏറ്റവും ബന്ധം എന്നെ വരുത്തുന്നത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. ഇവര് രണ്ടുപേരാണ് സപ്പോർട്ട്. ഇപ്പൊ ഞാൻ പാട്ട് പഠിക്കണം എന്ന് എന്നെ കൊണ്ടു ചേർക്കുന്നത് എൻ്റെ അമ്മയാണ്. ഞാൻ ചെറുപ്പത്തില് ഇങ്ങനെ മൂളൂന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ കേട്ടിട്ട് അമ്മ കൊണ്ടുപോയി ചേർത്തതാണ്. ഓരോ അമ്മമാരുടെ കഴിവാണത്, അമ്മമാർക്ക് മാത്രമുള്ള ഒരു കഴിവാണത്. ഒരു കുട്ടിയെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അമ്മയ്ക്കാണ്. എൻ്റെ വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അമ്മേനെ ഞാൻ ഇയ്യാന്നാണ് വിളിക്കാറ്, ഇയ്യാന്നാണ് വീട്ടിൽ വിളിക്കാറ്, എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. അപ്പം ഇയ്യയാണ് അതിന് ഏറ്റവും സപ്പോർട്ട്. കൂടാതെ എൻ്റെ പപ്പ, എൻ്റെ ഉപ്പാനെ ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. ഞാൻ പപ്പായും സപ്പോർട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ സംഗീതം പഠിക്കണം എന്ന് പറയുന്നത് ഇയ്യാണ്. ഇയ്യ കൊണ്ടുപോയി ചേർക്കുകയാണ് 3.5 വയസ്സിൽ എന്നെ സംഗീതം പഠിക്കാനായിട്ട്. അങ്ങനെ പഠിച്ചു വന്നു. ശേഷം എനിക്ക് നൃത്തം കണ്ടു തുടങ്ങിയപ്പോൾ അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ നൃത്തത്തിന് ചേരുകയാണ്. ശേഷം ഇപ്പോൾ ഇവരോട് ഇത് പറയുമ്പോൾ ഇവരൊരിക്കലും നോ പറയാറില്ല. ഒരു കാര്യം പറഞ്ഞു, ചെയ്യുവാണെങ്കിൽ അത് 100% ഇട്ട് ചെയ്യണം എന്ന് രണ്ടുപേരും പറഞ്ഞു. ഇയായും പറഞ്ഞു, പപ്പായും പറഞ്ഞു. ഓക്കെ, നൃത്തം പഠിപ്പിക്കാൻ വിട്ടു. ഒരു മുസ്ലിം കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്ന് നൃത്തം പഠിപ്പിക്കാൻ വിട്ടു. അവിടെ നീ ഭഗവതിയിലേക്കൊരു ട്വിസ്റ്റ്, അതാണ് മനസ്സിലാവാത്തത്. അത് ഇപ്പൊ നമുക്ക് ഓരോ സമയത്തും ഓരോ ആൾക്കാരോട് ഒരു ക്രേസ് വരില്ലേ? ഇപ്പം ചില നടന്മാരോട് ചില ഇപ്പോഴത്തെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ക്രേസ് ഉണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പടക്കളം സിനിമ കണ്ടു. പടക്കളം സിനിമ കണ്ടപ്പോൾ എനിക്ക് അതിനകത്തുള്ള ക്യാരക്ടറിലെ ഒരു ചേട്ടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ക്രേസ് തോന്നി. പിന്നെ അദ്ദേഹത്തിന്റെ നിരന്തരം ഞാൻ ഫോളോ ചെയ്യുക, അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ഒരു സമയത്തിപ്പം ഭഗവതിയായിട്ട് ഞാൻ പരിചയപ്പെട്ടു. ഭഗവതിനെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഭഗവതിനോട് ആരാധനയായി, ക്രേസായി. ഇതെന്താണ് ഈ സംഭവം, ഇതെന്താന്ന് മനസ്സിലാക്കാനൊരു ആഗ്രഹം, മാതങ്കിയോട്. ഈ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഭഗവതി എന്ന് പറയുന്ന ആ സാധനം എനിക്ക്. അപ്പോൾ ഒരു ഗോഡിന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു പ്രസൻസ് ഉണ്ട് അല്ലെ കലയിൽ ഉടനീളം. അപ്പോൾ ഒരു കർണാട്ടിക് മ്യൂസിക്കിൽ എന്തൊക്കെയോ കമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും ഇപ്പോൾ ഒരു പാടാൻ പറഞ്ഞാല്? അത് സംഗീതത്തിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് തെളിഞ്ഞു വന്നതാണ്. സംഗീതത്തിന് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭരതമുനിയാണ് സംഗീതത്തിന്റെ ബേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഭരതമുനിയിൽ ഇതൊരു കഥയാണ്. ഈ കഥയെ ഞാൻ ഒരു പാട്ടാക്കിയിട്ട് വരുന്നതാണ്. സംഗീതത്തിന്റെ ഹിസ്റ്ററിയാണിത്. ആ കഥ ഒന്ന് പറഞ്ഞോളൂ. ഭരതമുനിക്ക് തമ്പുരുവില് ശ്രുതി എന്ന മകൾ പിറന്നു. ശ്രുതിക്ക് 22 വയസ്സ് പിന്നിട്ടപ്പോൾ, ഈ 22 എന്ന് പറയുന്നത് 22 ശ്രുതികളാണ്. ഈ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്വരങ്ങൾക്കും പലതരം ശ്രുതികളുണ്ട്. ഇപ്പം കൗമുദി, ഉച്ഛിഷ്ട, ഗന്ധ എന്നൊക്കെ പറയുന്ന പല രീതിയില് ശ്രുതികളുണ്ട്. ഈ ശ്രുതികളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് 22ആണ്. ഈ 22 വയസ്സ് പിന്നിട്ടപ്പോൾ ശ്രുതിക്ക് ലയം ഭർത്താവായിട്ട് വരികയാണ്. അപ്പം ഈ ശ്രുതിയുടെയും ലയത്തിന്റെയും കോമ്പിനേഷനില് ശ്രുതി ലയ സൗഭാഗ്യേന സപ്തസ്വര അജായന്ത, സപ്തസ്വരങ്ങള് ജനിക്കുവാണ്. അപ്പൊ ആദ്യം ഭരതമുനിയും തമ്പുരുവും ശ്രുതി വന്നു. ശ്രുതിക്ക് 22 വയസ്സായപ്പോൾ ലയത്തിനെ ഭർത്താവായിട്ട് വരിച്ചു. ഈ ശ്രുതിയും ലയത്തിന്റെയും കോമ്പിനേഷനിൽ സപ്തസ്വരങ്ങൾ സംഭവിച്ചു. ഈ സപ്തസ്വരങ്ങൾക്ക് സപ്തതാളങ്ങള് ഭർത്താവായിട്ട് വരുവാണ്. അപ്പം ഈ സ്വര താള സംയോജന മേളകർത്താര സംജായന്ത. മേളകർത്താരാഗങ്ങൾ എന്ന് പറയുന്നത് സംഗീതത്തിന്റെ അമ്മരാഗങ്ങളാണ്. ഈ അമ്മരാഗങ്ങളിൽ നിന്നാണ് ജന്യരാഗങ്ങൾ വരുന്നത്. ജനിച്ചതെന്നുള്ളതിന്റെ അർത്ഥമാണ് ജന്യം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള രാഗങ്ങളെയാണ് അമ്മരാഗങ്ങൾ അഥവാ മേളകർത്താരാഗങ്ങൾ. അപ്പം ഈ സ്വരത്തിന്റെയും ഈ സപ്തസ്വരങ്ങളുടെയും
സപ്തതാളങ്ങളുടെയും കോമ്പിനേഷൻ ആയിട്ട് ആര് വന്നു? ഈ മേളകർത്താരാഗങ്ങൾ വന്നു. സ്വരതാള സംയോജന മേളകർത്താര സംജായന്ത. ഈ മേളകർത്താരാഗങ്ങൾ സ്വരങ്ങളുമായിട്ട് പിന്നെയും മർജായി. ഇപ്പൊ പറഞ്ഞല്ലോ മേളകർത്താരാഗങ്ങൾ വന്നു. ഈ രാഗങ്ങൾക്ക് സ്വരവുമായിട്ട് മെർജ് ചെയ്ത് സാഹിത്യം എന്ന് പറയുന്ന പുത്രൻ ജനിച്ചു. രാഗവും സ്വരവും കൂടി ചേർന്ന് സാഹിത്യം എന്ന് പറഞ്ഞ പുത്രൻ ജനിച്ചു. ഈ സാഹിത്യവും മനോധർമ്മവും, മനോധർമ്മം എന്ന് പറയുന്നത് സംഗീതത്തിലെ വേറൊരു ടേമാണ്. അതായത് നമ്മൾ സംഗീതത്തിന് അത്രയും ഗാഠമായി പഠിച്ച് സ്വരങ്ങൾ നമുക്ക് തനിയെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ചിട്ടപ്പെടുത്താൻ പറ്റുന്ന അത് അപ്പൊ വരുന്നതാണ് മനോധർമ്മം എന്ന് പറയുന്നത്. ആ സാഹിത്യവും മനോധർമ്മവും കൂടി ചേർന്ന് വാഗേയത്വം എന്ന് പറയുന്ന പുത്രി അല്ലെങ്കിൽ പുത്രൻ ഉണ്ടായി. വാഗേയത്വം എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ ബലമാണ്. നമ്മൾ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അതിൻ്റെതായ ബലം ഉണ്ടാവാക്കി. അപ്പോഴാണ് മാതങ്കിയുടെ ശരീരം അക്ഷരങ്ങളാൽ രൂപീകരിച്ചതാന്ന് പറയും. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തതാണ്, അല്ലെങ്കിൽ നാശമില്ലാത്തതാണ് അക്ഷരം. ക്ഷയിക്കുന്നത് അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തത് നമുക്ക്. ഇപ്പൊ നമ്മള് ലിപിയൊക്കെ എഴുതുന്ന സമയത്ത്, ഇപ്പൊ ഏതൊരു ലിപി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ ഹിസ്റ്ററി, മഹാഭാരതം, രാമായണം, ഇതൊക്കെ അക്ഷരങ്ങളാൽ രചിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവ അവർക്ക് നാശം വരാത്തത്, നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റിലാണ് മാതങ്കിയുടെ ഇത് വരുന്നത്. മാതങ്കിയുടെ ശരീര അക്ഷരങ്ങളാൽ. അപ്പം വാഗേയത്വം, നമ്മളിപ്പം ചില വാക്കുകൾ നമ്മൾ തെറ്റായി ഉച്ചരിക്കും. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയും അങ്ങനെ ഉച്ചരിക്കരുത്, കുരുത്തക്കേടാണെന്ന് പറയും. കുരുത്തക്കേടാണ്, അങ്ങനെ ഉച്ചരിക്കരുത്. ശരിക്കും കുരുത്തക്കേടല്ല, ഗുരുത്തക്കേടാണ്. അതായത് അതായത് നമ്മുടെ ശരീരത്തില് ഗുരുനാഡി എന്ന് പറയുന്ന നാഡിയുണ്ട്. അപ്പം ആ ഗുരുനാഡീനെ നമ്മളിങ്ങനെ, അതിപ്പം അതിന്റെ ഒരു ഇംഗ്ലീഷ് പേര് പാരാസിമ്പത്തറ്റിക് നെർവ് ആണെന്ന് പറയാം. പരാനുകമ്പ നാഡി, അതിനകത്ത് വരുന്നതാണ് ഗുരുനാഡി. അപ്പം ഈ നാഡിയെ നമ്മൾ അക്ഷരം തെറ്റായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കുമെന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഇയാടെ ഉമ്മച്ചി പറഞ്ഞു കേട്ടിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള നമ്മൾ വാക്കുകൾ ഉച്ചരിക്കരുത് എന്ന് പറയുന്നത്. അപ്പം ഈ വാഗേയത്വം ജനിച്ചു. ഇത് കഴിഞ്ഞ് വാഗേയത്വം അവിടെ ഉണ്ടായി. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സംഗീതം അവിടെ സംഭവിച്ചു. ഈ സംഗീതവും വാഗേയത്വവും ചേർന്നിട്ട് തമ്പുരു ഉണ്ടാവാണ്. തമ്പുരു എന്ന് പറയുന്ന പുത്രി പിന്നെയും ജനിച്ചു. ഈ തമ്പുരുവിലാണ് ഭരതമുനിക്ക് ശ്രുതി എന്ന മകൾ പിറക്കുന്നത്. സർക്കിളായി. ഇതൊരു സർക്കിളാണ്, ഇതൊരു വൃത്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റീസൈക്കിൾ, റീയൂസ് അങ്ങനെ ഒരു സാധനം വരുന്നത്. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊരു എൻഡില്ല. അതുകൊണ്ടാണ് സംഗീതം പഠിച്ചാൽ തീരില്ല എന്ന് പറയുന്നത്. ഇതിനൊരു എൻഡില്ല. ഇതിന്റെ ശരിക്കുള്ള തത്വം മനസ്സിലാക്കിയാൽ പോലും ഇതിനൊരു എൻഡില്ല. ഈ സാധനമാണ് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ് ചെയ്തത് സാറാ? ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു കീർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട്. പഠിക്കേ. ഭരതമുനേ തമ്പുരായാം ശ്രുതിമൂർത്തി സമജനീ ഭരതമുനേ തമ്പുരായാം ശ്രുതിമൂർത്തി സമജനീ സരഗമപധനി സസാ ധനി സരി സാനി ദപ മഗരി സ ഭരതമുനേ തമ്പുരായാം ശ്രുതിമൂർത്തി സമജനീ. ദ്വാവിംശതി സംശോധിതേ ലയം ശ്രുതിം പരിണയതേ. ദ്വാവിംശതി സംശോധിതേ ലയം ശ്രുതിം പരിണയതേ. ശ്രുതിലയ സൗഭാഗ്യേന സപ്തസ്വരാ ജായന്ത. ശ്രുതിലയ സൗഭാഗ്യേന സപ്തസ്വരാ ജായന്ത. സപ്തസ്വരാ ജായന്ത. സരഗമപധനി സസാ
ധനി സരി സ സരി സ സരി സാനി ദ പ മ പ ധനി സരി സാനി ദ പ സാനി ദ പ മ ഗരി സ ഭരത മുനെ തമ്പുരായ ശ്രുതി മൂർത്തി സമജനി തേഷാം ഭർത്താരോ അഭവൻ സപ്തതാലാ മനോഹര തേഷാം ഭർത്താരോ അഭവൻ സപ്തതാലാ മനോഹര സ്വരതാള സംയോജേന സ്വരതാള സംയോജേന മേളകർത്താര സംജായന്ത സ്വരതാള സംയോജേന മേളകർത്താര സംജായന്ത സരെ ഗ മ പ ധനി സ സ ധനി സരി ഗരി സരി സരി സാനി ദ പ മ പ ധനി സരി സ സരി സ സരി സാനി ദ പ മ പ ധനി സരി സാനി ദ പ സാനി ദ പ മ ഗരി സ ഭരത മുനെ തമ്പുരായ ശ്രുതി മൂർത്തി സമജനി രാഗസ്വരാൻ മേളയതേ രാഗസ്യ പുത്ര സാഹിത്യം രാഗസ്വരാൻ മേളയതേ രാഗസ്യ പുത്ര സാഹിത്യം സാഹിത്യം മനോധർമ്മം വേല്യാശ്രിതം വാഗേയത്വം സാഹിത്യം മനോധർമ്മം വേല്യാശ്രിതം വാഗേയത്വം വേല്യാശ്രിതം വാഗേയത്വം സരെ ഗ മ പ ധനി സ സ ധനി സരി ഗ മ ഗരി സരി സാനി ദ പ മ പ ധനി സരി ഗരി സരി സരി സാനി ദ പ മ പ ധനി സരി സ സരി സ സരി സാനി ദ പ മ പ ധനി സരി സാനി ദ പ സാനി ദ പ മ ഗരി സ ഭരത മുനെ തമ്പുരായ ശ്രുതി മൂർത്തി സമജനി സംഗീതയോജ്യവാഗേയത്വാ തമ്പുരാ പുത്രി സമജനി സംഗീതയോജ്യവാഗേയത്വാ തമ്പുരാ പുത്രി സമജനി തസ്യ തമ്പുരായാം ശ്രുതി ഭരതമുനെ സംഗീതോത്പത്തി തസ്യ തമ്പുരായാം ശ്രുതി ഭരതമുനെ സംഗീതോത്പത്തി സരെ ഗ മ പ ധനി സ സ ധനി സരി ഗ മ ഗരി സരി സാനി ദ പ മ പ ധനി സരി ഗരി സരി സരി സാനി ദ പ മ പ ധനി സരി സ സരി സ സരി സാനി ദ പ മ പ ധനി സരി സാനി ദ പ സാനി ദ പ മ ഗരി സ ഭരത മുനെ തമ്പുരായ ശ്രുതി മൂർത്തി സമജനി ഭരത മുനെ തമ്പുരായ ശ്രുതി മൂർത്തി സമജനി സരെ ഗ മ പ ധനി സ സ ധനി സരി സാനി ദ പ സാനി ദ പ മ ഗരി സ ഭരത മുനെ തമ്പുരായ ശ്രുതി മൂർത്തി സമജനി കൈയടിക്കാൻ തോന്നുന്നില്ല, ഏതോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ട്. കഥ പറഞ്ഞുകൊണ്ട് എനിക്ക് കീർത്തനം പാടിയപ്പോൾ മനസ്സിലായി, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ആ സർക്കിള് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ് എത്താറായാലോ തീരാറാവുന്നതും എനിക്ക് മനസ്സിലായിരുന്നു. ഗംഭീരായിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഈ ഒരൊറ്റ കീർത്തനാണോ എഴുതിയിരിക്കുന്നത്? ഇനിയുണ്ട് കീർത്തനങ്ങള്, 8 കീർത്തനമുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും റിലീസ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മളൊരു കഥയൊക്കെ എഴുതി എവിടെയെങ്കിലും ഒക്കെ പബ്ലിഷ് ചെയ്യാം. ഇതിപ്പോ എങ്ങനെയാണ്? അല്ല, ഇത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഗുരുകുലത്തിൽ നിന്ന് തന്നെ കുറച്ച് കുട്ടികളല്ല, കുറച്ച് മുതിർന്നവരാണ് വരുന്നുണ്ട് പഠിക്കാൻ. സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു മെയിൻ സ്ട്രീം എടുക്കാൻ താല്പര്യമില്ല? അല്ല, ഇത് എന്റെ പാഷനാണ്. ഓക്കെ. പക്ഷെ മെയിൻ സ്ട്രീം ആയിട്ട് എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് ഇഷ്ടം. എനിക്ക് എന്താണ് ആൾക്കാരെ ചികിത്സിക്കാൻ ഇഷ്ടമാണ്. ആതുര സേവനം ഇഷ്ടമാണ് അല്ലേ? ഭയങ്കര എംപത്തറ്റിക് ആണോ? എല്ലാരോടും ഇങ്ങനെ ഭയങ്കര സ്നേഹവും സിമ്പതിയൊക്കെ ഉള്ള ഒരാളാണോ?
പറയാറുണ്ടോ കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടാവുമല്ലോ സാറ് ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന്? ഇൻ ദ സെൻസ് നല്ല അർത്ഥത്തിൽ കേട്ടോ, ഒരു നല്ലൊരു പ്രത്യേകതയുള്ള ഒരു കുട്ടിയാണെന്ന്. ഇല്ല, അതായത് ഒരിക്കലും ഞാൻ സ്പെഷ്യൽ ആവുന്നില്ല. അത് ശരിക്കും ഞാൻ പറഞ്ഞൊരു ഞാൻ ഒരു യുക്തിവാദിയാണ്. ഞാൻ ഇങ്ങനെ സ്പെഷ്യലാണ്. യുക്തിവാദിയാണോ? എന്നിട്ടാണ് മാതങ്കി ഭഗവതിയുടെ കാര്യവും കീർത്തനമൊക്കെ. അതെയല്ല, യുക്തിവാദി എന്ന് പറയുമ്പോൾ ഓരോന്നിലും ഓരോ യുക്തി ഉണ്ടല്ലോ. യുക്തി കാണുന്നു, അത്രേ ഉള്ളൂ. എല്ലാത്തിനും ഓരോ യുക്തി ഉണ്ട്. വിശ്വാസിയാണ് അതുമല്ലേ? വിശ്വാസിയല്ല, പക്ഷെ യുക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭക്തിയിൽ എന്ത് യുക്തിയാണ് കണ്ടെത്താൻ പറ്റുക? ഭക്തി അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഒരു വിഷയത്തിനെ എടുത്ത് പഠിക്കുന്നത് ഒരിക്കലും ഭക്തിയായിട്ടല്ല, അത് ആ വിഷയത്തിനോടുള്ള ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എനിക്ക് മാതങ്കിയെ ഇഷ്ടമായതുകൊണ്ടാണ് വിഷയത്തിനെ, അത് ഭക്തിയല്ല. അല്ല, തെളിവ് ആഗ്രഹിക്കുന്നില്ല മാതങ്കി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള. അല്ല, തെളിവ് അതായത് ഇപ്പൊ നമ്മൾ ഓരോ വിഷയം എടുത്ത് പഠിക്കുമ്പോഴും ഇപ്പൊ നമ്മള് പണ്ട് ശാസ്ത്രകാരന്മാര് ഹിസ്റ്ററി ഒക്കെ പഠിക്കും. പണ്ട് നമ്മള് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ അതിപ്പോഴും പഠിക്കുന്നുണ്ട്. അതെ. പക്ഷെ അതിന് തെളിവുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും തെളിവില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. ഇതേപോലെയാണ് മാതങ്കി എന്ന് പറയുന്നത്. മാതങ്കി കാരണം കുറെ അറിവുകൾ എനിക്ക് വന്നിട്ടുണ്ട്. റിസർച്ച് ചെയ്തു ഈ മാതങ്കി എന്നൊരു വിഷയത്തില് എനിക്ക് പല അറിവുകളും കിട്ടിയിട്ടുണ്ട്. ഇപ്പം മാതങ്കി കാരണമാണ് ഞാൻ സംഗീതത്തിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചത്. സംഗീതത്തിൽ ആ വിഷയത്തിനോടുള്ള എന്റെ ഇൻട്രസ്റ്റ് ആണ് എന്നെ ആ വിഷയത്തിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടുന്നത്? നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലൈബ്രറിയിൽ ചെന്നിരുന്ന് ഇപ്പൊ മാതങ്കിയൊക്കെ അന്വേഷിക്കാൻ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് ബേസിക് ആയിട്ട് ഗൂഗിള്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് കിട്ടാത്തത്? പല എല്ലാത്തിലുള്ള അവസരങ്ങളുണ്ട്. ഗൂഗിൾ ഉണ്ട്. പിന്നെ ചില സംശയം വരുമ്പോ ഇപ്പൊ സംഗീതത്തിൽ പല സാധനം ചെയ്യുമ്പോ എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പൊ ഞാൻ പല മാഷ്മാരുടെ അടുത്ത് പോവും. പിന്നെ ഉദയൻ മാഷ് എന്ന് പറയുന്ന ഇവിടെ എറണാകുളത്തുള്ള ഒരു മാഷിന്റെ അടുത്ത് വന്നിരുന്നു ഒരു തവണ. ഇത് കറക്റ്റ് ആണോ എന്താണ് എന്നറിയാനായിട്ട് കറക്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വരും. അതായത് ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ അന്വേഷിച്ച് ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സബ്ജക്റ്റിൽ. ഈ ഒരു സബ്ജക്ട്. ഓക്കെ. അപ്പൊ ഭാവിയിൽ ഇനി പുസ്തകമൊക്കെ എഴുതുവോ? എനിക്ക് അതോ കീർത്തനങ്ങൾ രചിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? കീർത്തനങ്ങൾ രചിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. സാൻസ്ക്രിറ്റ് ആയിരുന്നോ? അപ്പൊ സംസ്കൃതമാണ് ഞാൻ പഠിക്കുന്നത് സ്കൂളിലും. പിന്നെ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് സംസ്കൃതം. വേറെ എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? സംഗീതമുണ്ട്, നൃത്തമുണ്ട്, കളരിയുണ്ട്. കളരിയെ കുറിച്ച് പറയൂ. ഞാൻ അന്ന് സംസാരിച്ചപ്പോ സാറ് എന്നോട് പറഞ്ഞു കളരി എന്ന് പറഞ്ഞാൽ ഈ മറ്റേ സാധനം മാത്രല്ല, കളരി വേറെ എന്തൊക്കെയാണ്, അതൊന്ന് പറഞ്ഞുതരൂ. അതായത് ഇപ്പോ നമ്മള് പുറമേ നിന്ന് നോക്കുമ്പോ കളരി ഒരേ ഒരു ഇതുള്ളൂ, കാരണം ഫിസിക്കലാണ്. അതെ. മറ്റേ ഈ അടി വെട്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ കളരി ഞങ്ങളുടെ കളരി 3 രീതിയിലാണ്. അഭ്യാസം, സാധന, കർമ്മം. ഈ 3 രീതിയിലാണ്. ഇതൊക്കെ മറ്റേനകത്ത് പറഞ്ഞതാട്ടോ. അതില് പറഞ്ഞില്ല, ഇത് വേറെ ഓഡിയൻസ് ആണ്. പറഞ്ഞോ. ആണോ? കുഴപ്പമില്ല. അങ്ങനെ വരണം. ഞങ്ങളുടെ കളരിയില് ഇത് വരുന്നത്, അറിവ് വരുന്നത് 3 രീതിയിലാണ്. ഒന്ന് അഭ്യാസം, ഒന്ന് സാധന, ഒന്ന് കർമ്മം. ഇത് 3ഉം ചേർന്നിട്ടാണ് ഞങ്ങളുടെ കളരി. അഭ്യാസത്തിൽ വരുന്നതാണ് ഓരോ ചുവടുകള്, അടവുകളെല്ലാം. അതായത് നമ്മൾ കാണുന്നത്. ഇനി അടുത്തതാണ് സാധന വരുന്നത്. സാധന എന്ന് പറയുന്നത് ഞങ്ങള് ശരീരത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. ശരീര സാധനയാണ്. അപ്പൊ നമ്മള് ശരീരം എന്ന് പറയുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരം തന്നെ എടുത്താ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യ ശരീരം. അതിനെ ചികിത്സിച്ച് നേരെയാക്കാന്ന് പറയുന്നത് അതിലും വലിയ കോംപ്ലിക്കേഷൻ ആണ്. അതെ. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഞങ്ങളുടെ സാധന, അല്ലെങ്കിൽ ശ്രദ്ധ. സാധന എന്ന് പറയുന്നത് ഒരു ഫോക്കസ് ആണ്. നമ്മൾ ഒരു സാധനത്തിലേക്ക് കൊടുക്കുന്ന ശ്രദ്ധയെയാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. അപ്പം ശരീരം അറിവിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കും. ഏറ്റവും മെയിൻ ആയിട്ട് ശരീരശാസ്ത്രം, ശരീരത്തിന്റെ അറിവാണ്. പിന്നെ അടുത്തതാണ് കർമ്മം. സാധന അപ്പൊ എന്തൊക്കെയാ? സാധനയിൽ എന്തൊക്കെയാ വരിക? സാധന എങ്ങനെ ചെയ്യാം? സാധനയിൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ശ്രദ്ധയാണ്. ഇപ്പോ ഒരു വിഷയത്തില്, ഇപ്പൊ ഞാൻ സംഗീതം എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇത്രയും ഇത് ചെയ്യാൻ പറ്റുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് കൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ശ്രദ്ധയാണ് ഏറ്റവും ആവശ്യം. ഇപ്പം നമ്മളിപ്പോ പറയില്ലേ ബ്രഹ്മചാരി എന്ന് പറയില്ലേ, കാരണം അവർ ഒറ്റൊരു ഫോക്കസിലേക്കാണ്, ഒറ്റൊരു ശ്രദ്ധയാണ്.
ആ ഒരു ഇതുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത്. അപ്പം സാധന എന്ന് പറയുമ്പോൾ ഒറ്റൊരു സാധനമുള്ളൂ. അത് പലർക്കും പല രീതിയിലാണ്. എൻ്റെ രീതിയിൽ സാധന എന്ന് പറയുന്നത് ഫോക്കസ്, ശ്രദ്ധയാണ്. ഇനി അടുത്തതാണ് കർമ്മം. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അവിടെ ഞങ്ങൾ പശുവിനെ നോക്കാറുണ്ട്, കൃഷിയുണ്ട്, പലതരം പണികളുണ്ട്. കളരി എന്ന് പറയുന്നത് സമ്മിശ്രമാണ്. എല്ലാ രീതിയിലും നമ്മൾ ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ഥലമാണ് കളരി. അതാണ് കളരി. ആ ഓക്കെ. ഇനി ഇപ്പോൾ മാതങ്കി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു കഥാപാത്രം ചോദിക്കുകയാണ്, മഹാഭാരതമോ രാമായണമോ ഏതോ ആയിക്കോട്ടെ, നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും എന്തുകൊണ്ട്, ആര്, എല്ലാം പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തില്. എല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പുള്ളി കൃഷ്ണൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. അപ്പം ഈ ശ്രീകൃഷ്ണന്റെ ഈ ശ്രീ വരുന്നത് ഇപ്പൊ നമ്മൾ പറയില്ലേ ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു ഇത് പറയും. അപ്പം ഈ ശ്രീവിദ്യ അഭ്യസിച്ചത് കൊണ്ടാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിന്റെ മുമ്പില് ശ്രീ വരുന്നത്. അപ്പം ശ്രീകൃഷ്ണൻ പല കാര്യത്തിലും നമുക്ക് എന്താ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിനൊരു കഥ പറയും. മൈക്കിൾ ആഞ്ചലോ എന്ന് പറയുന്ന ചിത്രകാരന് ഒരു സിസ്റ്റീന ചാപ്പലിന്റെ മുകളില് യേശുവിന്റെ ജീവിതം വരയ്ക്കണം, ജീവിത സർക്കിള് വരയ്ക്കണം. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് അന്ന് മനുഷ്യരൂപത്തിൽ വേണം വരയ്ക്കാനായിട്ട്. റിനൈസൻസ് ലിറ്ററേച്ചറിന്റെ ഒരു ഫീച്ചറാണത്. നമ്മൾ പഠിക്കുന്ന റിനൈസൻസ് ലിറ്ററേച്ചറിലെ ഒരു ഫീച്ചറാണ്. അതായത് ഇങ്ങനെ ദൈവിക രൂപമുള്ളവരെ മനുഷ്യരൂപത്തിലേക്കാക്കി വരയ്ക്കുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ മൈക്കിൾ ആഞ്ചലോ ഈ ആൾക്കാരെ തപ്പി നടക്കണം. അപ്പൊ ഒരു കുട്ടി പിറക്കുവാണ്. യേശുവിന്റെ ചെറുപ്പമാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കുട്ടിയെ തപ്പി നടക്കാണ്. പക്ഷേ കണ്ട കുട്ടികൾക്കൊന്നും അതിൻ്റെതായ ഒരു ചൈതന്യമോ ഒന്നും തോന്നിയില്ല. ആ ചിത്രകാരന് ആ സങ്കല്പം വരുന്നില്ല. അങ്ങനെ ഒരു കുട്ടി ജനിക്കുവാണ്. ഈ കുട്ടിയെ പോയി കണ്ടപ്പോൾ കറക്റ്റ് ആ യേശുവിന്റെ അതേ രീതിയിൽ ചിത്രകാരന് തോന്നി. ആ ചിത്രകാരൻ ആ കുട്ടിയെ വെച്ചിട്ട് ചിത്രം തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് എത്തിയപ്പം യേശുവിനെ ചതിക്കുന്ന ഒരാളുണ്ട്, യൂദാസിന്റെ ചിത്രം വരയ്ക്കാൻ ആളില്ല. അതിന്റെ പറ്റൊരു ഫിഗർ കിട്ടുന്നില്ല. കുറച്ച് വില്ലനിഷ് ചെയ്തുള്ള ആളാണല്ലോ. അപ്പോൾ ആ ഫിഗർ കിട്ടാനായിട്ട് കുറെ തപ്പി, എല്ലാ കള്ളന്മാരെ പോയി കണ്ടു, കുറെ ആൾക്കാരെ പോയി കണ്ടു, പക്ഷെ കിട്ടുന്നില്ല. അവസാനം ഒരു ജയിലിൽ അതിഭീകരനായ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോവാണ്. ചെന്ന് കണ്ടപ്പോ കറക്റ്റ് ഫിഗർ ആയിട്ടുള്ള ഒരാളാണ്, യൂദാസിന് പറ്റിയ ആളാണ്, യേശുവിനെ ചതിക്കുന്നതാണ്. അപ്പൊ അത്രയും വില്ലനിസം ക്യാരക്ടർ വേണം. അങ്ങനെ പോയി കണ്ടു, വരച്ചു. അപ്പൊ ഈ വരയ്ക്കുന്ന സമയത്ത് ചങ്ങലയ്ക്ക് കിട്ടിയൊക്കെ കേട്ടോ, അത്രയും ക്രൂരനാണ്, ഭീകരനാണ്. അപ്പം ഈ മൈക്കിൾ ആഞ്ചലോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി ചോദിക്കുകയാണ്, എന്നോട് അമ്മ പറഞ്ഞിരുന്നു, പുള്ളി പറയുവാണ്, എന്നോട് അമ്മ പണ്ട് പറഞ്ഞിരുന്നു ഞാൻ ജനിച്ച സമയത്ത് എന്നെ യേശുവിന്റെ രീതിയിൽ വരയ്ക്കാനായിട്ട് വരച്ചു. ഇപ്പോ വലുതായി കഴിഞ്ഞപ്പോ എൻ്റെ ജീവിതം ആകെ മാറിപ്പോയി. എന്തുകൊണ്ടാ? ഞാനിപ്പോ യേശുവിനെ ചതിച്ച ഒരാളായിട്ട്, അതായത് യൂദാസ് ആയിട്ടാണ് ഞാൻ വരയ്ക്കപ്പെടുന്നത്. ഇങ്ങനെ പറഞ്ഞു. അപ്പം ഓരോ മനുഷ്യരുടെ ലൈഫ് എപ്പോ വേണമെങ്കിലും ലൈഫ് മാറി മറിയാമെന്നുള്ളൊരു സാധനവും ലിയോനാർഡോ ഡാവിഞ്ചി പറയുന്നുണ്ട്. അങ്ങനെ കഥ അവിടെ വരച്ചു കഴിഞ്ഞു. ശേഷം മൈക്കിൾ ആഞ്ചലോ പറയുന്നുണ്ട്, ലിയോനാർഡോ ഡാവിഞ്ചിന്റെ ഇടയ്ക്ക് അപ്പം മൈക്കിൾ ആഞ്ചലോ കഴിഞ്ഞു, ചിത്രം വരച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഈ മനുഷ്യരെ എപ്പോ വേണമെങ്കിലും മാറാം എന്നുള്ളൊരു സാധനം ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലായി. അതായത് ആദ്യം യേശുവായിട്ട് വരച്ച ആള് പിന്നെ യൂദാസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അത്രയും സ്വഭാവത്തില് വ്യത്യാസം വന്നു. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസം വരാത്ത ഒരു സ്വഭാവമുള്ള ഒരാളെ, അതായത് ഏറ്റവും ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ മനുഷ്യനായിട്ടുള്ള ഒരാളെ വരയ്ക്കണം. അതായത് ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ അല്ലാത്ത ഒരാളുണ്ട് എന്ന് പറയുന്നത് വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം മൈക്കിൾ ആഞ്ചലോക്ക് വന്നു. അങ്ങനെ മൈക്കിൾ ആഞ്ചലോ വരച്ചു വെച്ചതാണ് ശ്രീകൃഷ്ണന്റെ ചിത്രം. അതായത് ആ വത്തിക്കാന്റെ മുകളില് ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സിസ്റ്റീന എന്നാ പറഞ്ഞത്, സിസ്റ്റീന ചാപ്പൽ എന്ന് പറഞ്ഞു, വത്തിക്കാന്റെ മുകളില് വരച്ചു വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ കൊണ്ടും എനിക്ക് ശ്രീകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കഥ മുന്നേ കേട്ടിട്ടുള്ളത് ആണ്, പക്ഷെ സാറ പറഞ്ഞപ്പോ ഒരു ഭംഗി അതിന്റെ, അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. നീ ശ്രീകൃഷ്ണനെ പറ്റി പറ. ഇതൊരു കാരണം മാത്രാണോ? ശ്രീകൃഷ്ണൻ വേറെ എന്തൊക്കെ ചെയ്തേക്കണു? ശ്രീകൃഷ്ണൻ അതായത് ഇപ്പം എല്ലാ കാരണവും ഉണ്ട്. മഹാഭാരതം എനിക്ക് മൊത്തം ഞാൻ അങ്ങനെ പഠിച്ചില്ല. ശ്രീകൃഷ്ണന്റെ ചരിത്രം, ഓരോ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ശ്രീകൃഷ്ണനോടൊരു ഇഷ്ടം വരും. അപ്പൊ ശ്രീകൃഷ്ണനെ പറ്റിയിട്ടൊക്കെ കീർത്തനങ്ങൾ എഴുതാലോ ഇനിയാണെങ്കിലും, അല്ലേ? സ്കോപ്പില്ലേ? സ്കോപ്പ് ഉണ്ട്. 15 വയസ്സായോ? കഴിഞ്ഞ 16 ആയല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളൊരു ജെൻസി കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന, ജെൻസിയിലും താഴെയല്ലേ ആൽഫ ഒക്കെ. ഞാൻ സാറേ പോലത്തെ വേറൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഈ മൊബൈലും നോക്കി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും കയറി അങ്ങനെയൊക്കെ നടക്കുന്ന കുട്ടികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടോ? എനിക്കോ? ഉണ്ടോ? അതില് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. എന്തൊരു സാധനത്തിന് 2 രീതിയിൽ. ഇപ്പൊ ഫോണിന് 2 വശങ്ങളുണ്ട്. ഫോണിന് പോസിറ്റീവ് വശവും ഉണ്ട്, നെഗറ്റീവ് വശവും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിനും പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മതി. സോഷ്യൽ മീഡിയക്ക് നെഗറ്റീവ് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്. എനിക്ക് കുറച്ചുകൂടി നമ്മൾ എഴുത്ത് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റാഗ്രാം ശരിക്കും പറഞ്ഞാൽ ടീനേജേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം സ്റ്റോറി ഇടാ, പോസ്റ്റ് ചെയ്യാ, അത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും വേണ്ട, ചുമ്മാ പോസ്റ്റ് ചെയ്യാ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയയിലാണ് ഞാൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂസ്ഫുൾ ആവുന്നത് ഈ യൂട്യൂബേഴ്സിനൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂട്ടുകാരികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ പറയാറുണ്ടോ സാറോ നീ എന്താ ഞങ്ങളെ പോലെ ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും എനിക്ക് മാറ്റി നിർത്തപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു സ്വഭാവം കാരണം? എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അധികം ഫ്രണ്ട്സ് ഇല്ല. പക്ഷെ എന്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ എന്നെ പോലെയാ. ആണല്ലേ? ഈ അത്ര ഈ ഫോൺ കിട്ടാത്തതിന്റെ ഒരു ഇതാണ്, അവരുടെ കയ്യിൽ ഫോൺ കിട്ടാറില്ല. അതുകൊണ്ടാണ് അവര്, അതുകൊണ്ട് നന്നായി. അതുകൊണ്ട് ഈ ഒരു വൈബിലാണ് ഞങ്ങള് ഒത്തുപോകുന്നത്. അപ്പൊ അവരൊക്കെയും ഇനി +1 എന്താ അവരുടെയൊക്കെ പ്ലാൻ? ഒരുമിച്ച് തന്നെ പോകാനാണോ അതോ? ഇല്ല, എല്ലാരും വേറെ വഴിക്കായി. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും ഒരേ ഫീൽഡ് എടുക്കൂല. കാരണം പല ഐക്യമാണല്ലോ എല്ലാവർക്കും, താല്പര്യവും പലതാണ്. ഗുരുകുലത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇനി അങ്ങോട്ടേക്കാണെങ്കിൽ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് എന്റെ ഐഡിയകൾക്ക് ഇപ്പൊ എനിക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാല് എന്നെ തിരുത്തുന്നതും എന്റെ ശരികളെ സപ്പോർട്ട് ചെയ്യുന്നതും ഗുരുകുലാണ്. ഈ എന്റെ ഇയായും പപ്പായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ ശരികൾക്ക് മാത്രം, തെറ്റുകൾ തിരുത്തി തരുന്നതുകൊണ്ട്. അപ്പം ഗുരുകുലം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. എന്നെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതും എന്റെ ഇഷ്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ആയതുകൊണ്ട് ഗുരുകുലം എനിക്ക് വളരെ അതായത് ഗുരുകുലം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് അല്ല ചെയ്യുന്നത്. ഗുരുകുലം ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല, നമ്മൾ ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യാം, ആവാതിരിക്കുകയും ചെയ്യാം. ഇപ്പൊ നമുക്കൊരു സാധനം കാണുമ്പോൾ ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത് ശരിയാണ്, നമുക്കത് ചെയ്യാം. പക്ഷെ നമ്മുടെ ശരി ചിലവർക്ക് തെറ്റായിരിക്കും. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല, നമ്മുടെ താല്പര്യം അനുസരിച്ച് ഗുരുകുലത്തിലേക്ക് ആൾക്കാർ വന്നു ചേരുകയാണ്. അപ്പം കളരിയാണ് എൻ്റെ ഇൻട്രസ്റ്റുകളെയും എല്ലാത്തിനെയും മോൾഡ് ചെയ്തെടുക്കുന്നത്. കളരിയില് ഒറിജിനാലിറ്റി ഡെവലപ്മെന്റ് ആണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ല. അത് പറയുമ്പോൾ സംശയം വരും, ഒറിജിനാലിറ്റി എന്താ പേഴ്സണാലിറ്റി എന്താന്നുള്ള സംശയം വരും. അപ്പം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സണ എന്ന് പറഞ്ഞാൽ മുഖം മൂടി എന്നാണ് അർത്ഥം. അതായത് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ നമ്മളെ കാണിക്കുന്നതിനാണ് പേഴ്സണ എന്ന് പറയുന്നത്. ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ ശരിക്കും ഉള്ളതാണ്, നമ്മൾ എങ്ങനെയാണോ നമ്മൾ എന്താണ് ശരിക്കും എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ഔട്ട്വേർഡ് ഫീലിംഗ് ആയിരിക്കും, നാണമായിരിക്കും. പക്ഷെ ഒറിജിനാലിറ്റി അങ്ങനെയല്ല, ശരിക്കും നമ്മൾ എന്താണോ അതാണ് ഒറിജിനൽ ആയിട്ട് കാണിക്കുക. ഇപ്പം കളരിയില് ഗുരുക്കൾ പറയും, കളരിയുടെ സങ്കല്പം ഇതാണ്. അതായത് ഒരു കള്ളനെ ഏറ്റവും നല്ല കള്ളനും, ഒരു പോലീസുകാരനെ ഏറ്റവും നല്ല പോലീസുകാരനും, ഒരു വൈദ്യനെ ഏറ്റവും നല്ല വൈദ്യനും, ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവ് എന്താണോ അതിനെ 100% ആക്കി കൊടുക്കും. അതാണ് കളരി. കളരി. ഇപ്പൊ കർണാട്ടിക് മ്യൂസിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാറില്ല. എന്തോ ഇങ്ങനെ ടീച്ചർ പഠിപ്പിക്കുന്നു, അത് പാടിപ്പോന്നു എന്നല്ലാതെ സാറയെ സംബന്ധിച്ച് സാറ് ഇതെല്ലാം മനസ്സിലാക്കി സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തി. അപ്പോൾ സാറ് പഠിപ്പിക്കുന്നതും അങ്ങനെയായിരിക്കുമല്ലോ, കഥകൾ പറഞ്ഞു കൊടുത്തും. എങ്ങനെയാണ് അതിന്റെ രീതി? അതായത് ഇപ്പോ അതിനൊരു കഥ പറയുവാണെങ്കിൽ,
ഇപ്പം ചങ്ങമ്പുഴയുടെ കവിതയ്ക്ക് ചങ്ങമ്പുഴ പരീക്ഷ എഴുതിയപ്പോ ചങ്ങമ്പുഴ തോറ്റുപോയി. അപ്പം ചങ്ങമ്പുഴ എഴുതിയ കവിതയാന്ന് ആലോചിക്കണം. അപ്പം എഴുത്തുകാരന്റെ ആശയമായിരിക്കണം എന്നില്ല വരും തലമുറ ഉൾക്കൊള്ളുന്നത്. അപ്പം അന്ന് മുത്തുസ്വാമി ദീക്ഷിതരും ത്യാഗരാജരും എഴുതിയ കൃതികള് ഇന്നത്തെ തലമുറ സ്വീകരിക്കുന്ന, അവർക്ക് അതിന്റെ ആവശ്യമില്ല. ആ കഥകളുടെ തത്വം മനസ്സിലാക്കേണ്ട ആവശ്യം, അത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ല. ഇപ്പം അത് പിന്നെ വളരെ ശുദ്ധ സംസ്കൃതത്തിലാണ് അവര് എല്ലാം മനസ്സിലാക്കാൻ പാടാണ്. പക്ഷേ ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് അത്രയും ഫോക്കസ് അതിനകത്തേക്ക് കൊടുക്കുന്നവർക്ക് ഇത് തെളിഞ്ഞു വരികയും ചെയ്യും. അപ്പം മുത്തുസ്വാമി ദീക്ഷിതർ എഴുതിയ നവാവരണ കീർത്തനം, അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയും അദ്ദേഹത്തിന്റെ ഭഗവതിയോടുള്ള പ്രേമവും കാരണമാണ് ആ കീർത്തനങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ത്രിമൂർത്തികളും. ഈ ത്രിമൂർത്തികള് എല്ലാവരും സംഗീതത്തിൽ പല കോൺട്രിബ്യൂഷൻസ് എല്ലാവരും നൽകിയിട്ടുണ്ട്. പക്ഷെ ത്രിമൂർത്തികള് ഇമ്പോർട്ടൻസ് വരുന്നത് ഇവരുടെ ഈ ഒരു ശ്രദ്ധ, ഇവർ കുറച്ചും കൂടി അതിനകത്തേക്ക് ശ്രദ്ധ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ത്യാഗരാജ സ്വാമികൾ എടുത്തു കഴിഞ്ഞാല്, ത്യാഗരാജ സ്വാമികൾ രാമഭക്തനാണ്. ആ രാമൻ എന്ന് പറയുന്ന മര്യാദ പുരുഷോത്തമനാണ് രാമൻ എന്ന് നമ്മൾ പറയും. ആ ഒരു രാമനോട് തോന്നിയ ക്രേസാണ് അദ്ദേഹത്തിനെ രചനകൾ എഴുതാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ആ ഓരോ കഥകളുണ്ട്, ആ ഹിസ്റ്ററി അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. പക്ഷെ എല്ലാ കുട്ടികൾക്കും ആ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഉള്ളവർ ഇതിന്റെ പിറകെ ചെയ്യും. ഈ സോഷ്യൽ റെഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് ഈ പറയുന്നത് നമ്മൾ എഴുതുന്ന കഥകളിലൂടെ ആവാം, അല്ലെങ്കിൽ പാടുന്ന പാട്ടുകളിലൂടെ, ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാറയ്ക്ക് ആരെയാണ് അങ്ങനെ തോന്നുന്നത്? ഇയാളുടെ പാട്ടിലൂടെ ഒരു സൊസൈറ്റി മാറുന്നു. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നന്ദഗോവിന്ദ് ഭജൻസിനെയാണ്. അവര് വല്ലാത്തൊരു എന്താ പറയാ, നന്ദഗോവിന്ദ് ഭജൻസ് ഈ ഒരു സിസ്റ്റം തുടങ്ങിയോടുകൂടി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയി സൊസൈറ്റി മൊത്തം. അത് വളരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഇപ്പൊ ഉള്ളത് നമുക്ക് പേര് പറഞ്ഞ അറിയുന്നവര്? അതായത് ഇപ്പം ഗോവിന്ദൻ ഭജൻസിന്റെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവര് പാടുന്നത് അവർ ആസ്വദിച്ച് പാടുന്നവരാണ്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞ് പാടുന്നവരാണ്. പക്ഷേ എനിക്ക് എന്റെ ഇൻഫ്ലുവൻസ്, ഞാൻ ഇത് കേൾക്കാറുണ്ടെന്നുള്ളൂ, പക്ഷെ എനിക്ക് എപ്പോഴും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് മാതങ്കിയാണ്. എന്റെ ഇൻഫ്ലുവൻസിങ് മാതങ്കിയിലാണ്. ഇപ്പോഴത്തെ ആൾക്കാർ ആരും അറിയില്ല. അപ്പൊ അല്ല, ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ വേറെ ടോപ്പിക് ഒന്നും. അപ്പൊ ഈ മാതങ്കിയെ പറ്റി സാറയുടെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, കാരണം അതറിയുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. അതിപ്പം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടല്ലോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരോടാണ് പറയാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരികളും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളതിലാണ് ശ്രീഭദ്ര, ഞാൻ പാറു എന്നാണ് വിളിക്കാറ്. അപ്പം പാറുക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരികളുണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടുകാരികളുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരിയിൽ ഒരാളാണ് ഞാൻ ശ്രീഭദ്ര എന്ന് വിളിക്കുന്നത് പാറുവിന് മാതങ്കി അങ്ങനത്തെ ഉള്ള പല ടോപ്പിക്കുകളും ഇഷ്ടമാണ്. അപ്പൊ അതിനെ പറ്റി അവള് ചോദിക്കുമ്പോ ഞാൻ പറയുമ്പം ആ കോൺവെർസേഷൻ അങ്ങനെ പോയി പല വിഷയങ്ങള് പല രീതിയിലേക്കൊക്കെ എത്തും. മാതങ്കിയാണ് തുടങ്ങിയെങ്കിലും പല രീതിയിലേക്ക് അത് ഇങ്ങനെ വിശാലമായിട്ട് പോവാറുണ്ട്.